ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ അങ്ങനെ നാളെ ലാലേട്ടൻ എത്തുകയാണ്. ഏകദേശം വലിയൊരു സർപ്രൈസ് ആയിട്ടാണ് ഈ 2-3 ദിവസം കടന്നുപോയത്. പ്രത്യേകിച്ചും സാബു ചേട്ടനും ശ്വേതാ മേനോനും വന്ന ആ ഒരു ഇത്, പിന്നെ ആ ഒരു ഡയമണ്ട് ഒളിപ്പിച്ചു വെക്കൽ, അത് സായി എടുക്കുന്നതും അതോടൊപ്പം ഉള്ള കാര്യങ്ങളെല്ലാം നല്ല ഫണ്ണി ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ത്രില്ലായിട്ട് തന്നെയായിരുന്നു എപ്പിസോഡ് പോയത്. നാളത്തെ എവിക്ഷനിൽ വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസിൽ ഏറ്റവും താഴേക്ക് നിൽക്കുന്ന അൺഒഫീഷ്യൽ സൈറ്റുകളിൽ ഏറ്റവും താഴേക്ക് നിൽക്കുന്ന മത്സരാർത്ഥിയായിട്ട് കാണുന്നത് ശരണ്യ, ശ്രീരേഖയാണ് ഏറ്റവും താഴെ കാണിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുകളിൽ ശരണ്യ, അതിൻ്റെ തൊട്ട് മുകളിൽ നന്ദന. ഇവർ 3 പേരെയാണ് ഡേഞ്ചർ സോണിൽ കാണിച്ചിരിക്കുന്നത്. ബാക്കി അപ്സര തൊട്ട് അങ്ങോട്ടുള്ളവരെല്ലാം സേഫ് സോണിലാണ് അൺഒഫീഷ്യൽ സൈറ്റുകളിൽ. പക്ഷേ ഇനി ഹോട്ട്സ്റ്റാറിൽ എങ്ങനെയായിരിക്കും? എന്തെങ്കിലും ഒരു ട്വിസ്റ്റ്, അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് ആയിരിക്കുമോ ഇത്തവണത്തെ എവിക്ഷൻ? നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു എവിക്ഷൻ ആയിരിക്കുമോ എന്നറിയില്ല. എന്തായാലും ഡബിൾ എവിക്ഷൻ ആയിരിക്കാൻ സാധ്യതയുണ്ട്. കണ്ടസ്റ്റൻസിൻ്റെ എണ്ണം കുറഞ്ഞെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. കാരണം എപ്പിസോഡുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഏകദേശം അടുക്കാറായിരിക്കുകയാണ്. ഗ്രാൻഡ് ഫിനാലയോട് അടുത്തടുത്ത് വരികയാണ്. ഇനിയിപ്പോൾ ടിക്കറ്റ് ഫിനാലയും മറ്റ് ടാസ്കുകളും ഒക്കെ കിടക്കുകയാണ്. അപ്പം അതിനനുസരിച്ചുള്ള കണ്ടസ്റ്റൻസ് കുറയേണ്ടതുകൊണ്ട് ഡബിൾ എവിക്ഷൻ ഉണ്ടാവാനാണ് സാധ്യത. അപ്പം ശ്രീരേഖ മാത്രമായിരിക്കുമോ, മറ്റേതെങ്കിലും കണ്ടസ്റ്റൻസ് പോകുമോ എന്നൊക്കെ നമുക്ക് നാളെ കാത്തിരുന്ന് കാണാം.